ഹായ് ഫ്രണ്ട്സ്, ഇത് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടോഫിയുടെ ഫ്ലേവറുള്ള ഒരു കേക്കാണിത്. ഇതിൻ്റെ റിക്വസ്റ്റ് എനിക്ക് ഇതിനു മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പേര് ഡുൽസെ ഡിലൈച്ചെ കേക്ക് എന്നാണ്. ഇതിൽ ഞാൻ ബട്ടർ ക്രീം വെച്ചിട്ടാണ് ഐസിങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം കണ്ടൻസ്ഡ് മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക്മെയ്ഡ് ഒന്ന് വേവിച്ചെടുക്കണം. കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അല്ലാതെ വേവിച്ചെടുക്കുമ്പോൾ ഒരുപാട് സമയം വേവിക്കേണ്ടി വരും. കുക്കറിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. പെട്ടെന്നല്ല, ഒരു 30 മുതൽ ഒരു 35 മിനിറ്റ് വരെ എടുക്കും ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഇതിൻ്റെ പുറമേ ഉള്ള ആ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഇത് നല്ലതുപോലെ മുങ്ങിക്കിടക്കുന്ന ആ രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 400 ഗ്രാം അടുത്തുള്ള ഒരു കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ ഇത് മുങ്ങി കിടക്കുന്ന ആ വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ആദ്യം ഒരു വിസിൽ ഏൽപ്പിക്കണം. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ കേട്ട് കഴിയുമ്പോൾ പിന്നീട് ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെച്ചിട്ട് ഒരു 30 മിനിറ്റ് എങ്കിലും ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കാം. ഇത് നല്ലതുപോലെ വെന്തിട്ട് കുറേ നേരം പുറത്ത് വെച്ചിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇത് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. ചൂടോടെ ഒരിക്കലും ഈ ടോഫി ഓപ്പൺ ചെയ്യാൻ പാടില്ല. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇത് നല്ല കളറിൽ കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കുറച്ച് സമയമൊക്കെ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത്രയും കളറ് കിട്ടത്തില്ല. ഒരു 30 മിനിറ്റ് എങ്കിലും വേവിച്ച് കഴിഞ്ഞാൽ ഈ നല്ലൊരു കളറിൽ അതുപോലെ നല്ല ടേസ്റ്റിൽ കിട്ടുള്ളൂ. ഇതിനി മാറ്റി വയ്ക്കാം. ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക്. അതിലേക്ക് ഒരു 1/2 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർക്കാം. ഞാനിതിലേക്ക് ഇനി പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ പാൽപ്പൊടി വേണ്ടെങ്കിൽ ഒഴിവാക്കാം. അതിന് പകരം മൈദ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഒരു നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മുട്ട ബീറ്റ് ചെയ്യാനാണ്. ഞാൻ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ എഗ് വൈറ്റ് വേറെയും എഗ് യോക്ക് വേറെ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും മുട്ട ബീറ്റ് ചെയ്യാനുള്ള ബൗള് ക്ലീൻ ആയിട്ടുള്ള ബൗൾ തന്നെ എടുക്കണം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കണം നമ്മൾ കേക്കിലേക്ക്. ഇതിലേക്ക് ഇനി ഒരു 2-3 തുള്ളി വിനാഗിരി ചേർക്കുന്നുണ്ട്. അപ്പോൾ വിനാഗിരിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് വേണമെങ്കിൽ അത് ചേർക്കാം. ഇതിനി ലോ സ്പീഡിലിട്ടിട്ട് ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. പൊടിക്കാതെയാണ് ചേർക്കുന്നത്. വലിയ തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഹൈ സ്പീഡിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട ഒന്നിച്ചിട്ടിട്ട് എഗ് യോക്കും എഗ് വൈറ്റും കൂടെ ഒന്നിച്ചിട്ടിട്ട് ബീറ്റ് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എഗ് വൈറ്റ്. അതിലേക്ക് എഗ് യോക്കും കൂടെ ചേർത്തിട്ട് ഒരു ലോ സ്പീഡിൽ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. തണുപ്പോടെ അല്ല, ഒന്ന് തണുപ്പ് മാറ്റിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ബട്ടറും നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ടോഫി ചേർക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ ടോഫി ചേർത്ത് കൊടുക്കാം. ഞാൻ സ്പൂണിൽ നന്നായിട്ട് നിറച്ചെടുത്തിട്ടുണ്ട്. ഇതും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ടോഫി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഈ മുട്ടയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാൻ അല്ലാതെ നേരിട്ട് തന്നെ ചേർത്തപ്പോൾ മുട്ട കുറച്ചൊന്ന് ബീറ്റ് ചെയ്തപ്പോൾ കുറച്ചൊന്ന് താന്നു പോയിട്ടുണ്ട്.
കുറച്ച് വാനില എസൻസും നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കാം. ലോ സ്പീഡിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് ഇത് ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. ഓവൻ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഓവനില്ലാത്തവർക്ക് ഓവനില്ലാതെ ഞാൻ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇത് 30 മിനിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 25 മിനിറ്റ് ആയപ്പോൾ തന്നെ കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഒരു സ്ക്യൂവർ വെച്ച് ചെക്ക് ചെയ്തപ്പോൾ കേക്ക് നന്നായിട്ട് തന്നെ ബേക്കായിട്ടുണ്ട്. പുറമേയൊക്കെ ഒരു നല്ല കളർ കിട്ടിയിട്ടുണ്ട്. ഇതിനി നന്നായിട്ട് ചൂട് പോയിട്ട് ഐസിങ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ബട്ടർ ക്രീം റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടർ നമ്മൾ ബീറ്റ് ചെയ്യുന്നതിന് ഒരു 1-2 മണിക്കൂർ മുമ്പെങ്കിലും പുറത്ത് വെച്ചിട്ട് ഇതേപോലെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം. അൺസാൾട്ടഡ് ബട്ടർ തന്നെയാണ് എടുക്കേണ്ടത്. ഇതിനി നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബട്ടർ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ടോഫി ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ ടോഫി ചേർക്കാം. മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ ടേസ്റ്റ് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ചേർക്കാം. അപ്പോൾ ഇതിൽ നല്ല മധുരമുണ്ട് നമ്മൾ ടോഫി ചേർക്കുന്നതുകൊണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് മാത്രം ഐസിങ് ഷുഗർ ചേർത്താൽ മതി. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗർ ചേർത്തിട്ടുണ്ട്. ഇതിനി നല്ലതുപോലെ ഒരു 5 മിനിറ്റ് നല്ലതുപോലെ ബീറ്റ് ചെയ്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ക്രീം ആക്കി എടുക്കാം. ഇപ്പോൾ ക്രീമിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നല്ല സ്മൂത്തായിട്ടുള്ള ബട്ടർ ക്രീമാണ് കിട്ടിയിട്ടുള്ളത്. ഇനി കേക്ക് ഐസിങ് ചെയ്തെടുക്കാം. കേക്ക് ഞാൻ 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ടോഫീൻ്റെ മുകളിലായിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം ടോഫി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ക്രീം സ്പ്രെഡ് ചെയ്യാം. ഇനി അടുത്ത പീസ് കേക്ക് വെച്ചിട്ട് ഇതേപോലെ ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ക്രീം ഇതിൻ്റെ മുകളിലും സൈഡിലും ഒക്കെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കേക്ക് നല്ലതുപോലെ സൈഡൊക്കെ ഒന്ന് സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ടോഫി ഒരു ബൗളിലേക്ക് ചേർത്തിട്ട് ഒരു നല്ല തിളച്ച പാല് 1 ടേബിൾ സ്പൂൺ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഗ്ലേസൊക്കെ കേക്കിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെ ഇത് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാനിതിൻ്റെ മുകളിൽ മാത്രമേ കുറച്ചൊന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുള്ളൂ. സൈഡിലും കേക്ക് ഫുള്ളായിട്ട് വേണമെങ്കിലും ഇതേപോലെ കവർ ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു അര കപ്പോളം ടോഫി എടുത്തിട്ട് നല്ല തിളച്ച പാലൊഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ഇത് ഐസിങ് ചെയ്തിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ട് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലതുപോലെ തണുത്തിട്ടാണ് കട്ട് ചെയ്യുന്നത്.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്